ഹായ് ഹലോ അസ്സാം വലൈക്കും. ഈ പെരുന്നാൾ നോമ്പ് നോക്കിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ആദ്യത്തെ ഓർമ്മ എന്താ? അതന്നെടൂ ഈ പലഹാരങ്ങളില്ലേ. ആദ്യത്തെ നോമ്പിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പലഹാരങ്ങൾ കൊണ്ട് ടേബിളൊക്കെ ഫില്ലാവും. പിന്നെ ഒന്നോ രണ്ടോ പലഹാരങ്ങളൊക്കെ അടിച്ചു വരും. അതുപോലെ തന്നെയായിരുന്നു പെരുന്നാൾ നിസ്കാരം കഴിക്കാനുണ്ടാക്കുന്ന പലഹാരങ്ങൾ. എല്ലാ ഭാഗത്തും അങ്ങനെ ഉണ്ടാക്കാറുണ്ടാകുന്ന അറിയില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഉമ്മാക്ക് ഉണ്ടായിരുന്ന ഒരു പലഹാരം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡെസേർട്ട്, ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് ഡെസേർട്ട്. ഒരു ലിറ്റർ പാലിൽ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ്, ഒരു 4 ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ആക്കിയിട്ട് തിളച്ച് വരുന്ന പാലിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് നന്നായി കുറുക്കിയെടുക്കുക. അത് നന്നായി വെന്ത് വരുമ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി ചൂടായ ശേഷം അത് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെക്കാം. പള്ളിയിൽ തെക്കിപ്പേർ ചെല്ലുമ്പോഴാണ് കേട്ടോ എൻ്റെ ഉമ്മ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോഴാണല്ലോ നാളെ പെരുന്നാളാണെന്ന് നമുക്കറിയുള്ളൂ. അതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കിയ ശേഷം ബാക്കി പരിപാടിയൊക്കെ പെരുന്നാളിൻ്റെ അന്ന് ചോറുപ്പൊക്കെ കഴിഞ്ഞിട്ടാവും. കൈ കിട്ടി ഫ്രൂട്ട്സൊക്കെ കണ്ടെടുത്ത് അരിയാം. എന്ന് വെച്ചാൽ പപ്പായ പൈനാപ്പിൾ തൊടണം കേട്ടോ. ബാക്കി ആപ്പിളും പഴം, അതുപോലെ തന്നെ മാംഗോ, അനാറ്, ചെറി, അതൊക്കെ നമുക്ക് ഇതിലേക്ക് സെറ്റാക്കാൻ വെക്കാം. അതൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചാൽ ആ ഫ്രൂട്ട് കസ്റ്റാർഡിലേക്ക് ഇതൊക്കെ ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം. പിന്നെ അത് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് സെറ്റാക്കാം. വേറൊരു ഓർമ്മയുടെ ഇതുപോലെ ഇതൊക്കെ വെച്ച് സെറ്റാക്കി ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ച് പെരുന്നാളിനന്ന് ഒന്ന് ഇത് ഫ്രിഡ്ജിൽ എടുക്കുന്നത് നമ്മുടെ കയ്യും കാഴ്ചക്ക് പോയി. പിന്നെന്താ ചെയ്യുക, കഴിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഗാർണിഷിന് വേണ്ടി എടുത്തിട്ട് ഐസ്ക്രീം വെച്ച് അഡ്ജസ്റ്റ് ആക്കി.